ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ബെഡ്റൂമിൻ്റെ മേക്ക് ഓവറാണ്. എക്സ്പെൻസീവായ ഒരുപാട് ഐറ്റംസ് വാങ്ങിക്കൂടുന്നതിന് പകരം നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ചില ഐറ്റംസ് വെച്ചാണ് ഈ ബെഡ്റൂമിനെ നമ്മൾ മാറ്റിയെടുക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഈ കർട്ടൻ ഒന്ന് മാറ്റാം. ബ്ലൂ ആൻഡ് ക്രീം കളറുള്ള ഈ രണ്ട് കർട്ടന് പകരമായിട്ട് നെറ്റ് ടൈപ്പ് മെറ്റീരിയൽ വരുന്ന വൈറ്റ് കളർ കർട്ടനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. റൂമിലേക്ക് നല്ല വെളിച്ചം കടക്കാനും എലഗൻറ്റ് ലുക്ക് കിട്ടാനും ഒക്കെ വൈറ്റ് കളർ കർട്ടൻ തന്നെയാണ് ഏറ്റവും നല്ലത്. ഇതുപോലുള്ള കർട്ടനുകളൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഓൺലൈൻ മേടിക്കുകയാണെങ്കിലും കടയിൽ പോയി മേടിക്കുകയാണെങ്കിൽ പോലും ഒരു 150-200 പ്രൈസ് റേഞ്ചിലൊക്കെ ഈ ടൈപ്പ് കർട്ടനുകളൊക്കെ അവൈലബിൾ ആണ്. ഞാനിത് കോഴിക്കോട് SM സ്ട്രീറ്റിൽ നിന്ന് മേടിച്ചതാണ്. ഒരു പീസിന് 150 രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത്. നമ്മുടെ അടുത്ത വർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലുള്ള ഫോട്ടോ ഫ്രെയിം ഫിക്സിംഗ് ആണ്. അതിനുവേണ്ടി നമുക്ക് 2 ഹോൾസ് ഉണ്ടാക്കിയെടുക്കണം. സ്ക്രൂ ഫിക്സ് ചെയ്യുന്ന ഈ പ്ലഗിൻ്റെ അളവനുസരിച്ച് വേണം എത്രത്തോളം ആഴത്തിൽ ഡ്രില്ല് ചെയ്യണമെന്ന് തീരുമാനിക്കാം. ഒരു പ്ലെയറോ ചുറ്റുകയോ ഉപയോഗിച്ചുകൊണ്ട് പ്ലഗ് ഉള്ളിലേക്ക് കയറ്റിയ ശേഷം അതിലേക്ക് നമുക്ക് സ്ക്രൂ ചെയ്യാം. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്തെടുത്ത ഒരു പിക്ചറാണിത്. 2 സൈഡ് ഗം ടാപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് ചുമരിലേക്ക് ഒട്ടിക്കാൻ പോകുന്നത്. ഇതേപോലെ ഇഷ്ടമുള്ള ഷേപ്പുകൾ വെട്ടിയെടുത്ത് വാൾ സ്റ്റിക്കറായി നിങ്ങൾക്ക് ഒട്ടിക്കാവുന്നതേ ഉള്ളൂ. 2 സൈഡ് ഗം ടാപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് വാൾ സ്റ്റിക്കറുകൾ ചുമരിൽ ഒട്ടിക്കുന്നതെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും അത് ഇളക്കിയെടുക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ ചുമരിലെ പെയിൻറ് കൂടി ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇതേപോലുള്ള ടാക്കറ്റുകൾ ഉപയോഗിക്കാം. ഇത് ഓൺലൈനിലും ഒട്ടുമിക്ക സ്റ്റേഷനറി കടകളിലും അവൈലബിൾ ആണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഐറ്റമാണ് അടുത്തത്. അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലുള്ളൊരു ചെയിൻ ലൈറ്റാണ്. ഓൺലൈൻ സൈറ്റുകളിലൊക്കെ ഇതേപോലുള്ള ലൈറ്റിന് 200-ന് മുകളിലേക്കാണ് വില വരുന്നത്. ചുമരിലെ 2 ഹൂക്കുകൾ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചെയിൻ ലൈറ്റ് ഒരു മാലയുടെ ഷേപ്പിൽ അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് 2-3 ഹൂക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഷേപ്പിലേക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. ഇത്തരം ലൈറ്റുകൾ ഓൺലൈൻ ഷോപ്പുകളിൽ വാങ്ങിക്കുന്നതിനേക്കാളും കുറഞ്ഞ ചിലവിൽ നമുക്ക് ലോക്കൽ ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. ഇത്തരം ഫാൻസി ലൈറ്റുകളുടെ വയറുകൾക്ക് പൊതുവെ ക്വാളിറ്റി കുറവായിരിക്കും. അതിനാൽ തന്നെ വളരെ സൂക്ഷിച്ചുകൊണ്ട് ഉപയോഗിച്ചാൽ മാത്രമേ ലാസ്റ്റ് ചെയ്യുള്ളൂ. പെയിൻറ്റിംഗ് വർക്കുകൾക്ക് ഉപയോഗിക്കുന്ന ഇത്തരം മാസ്കിംഗ് ടാപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഫോട്ടോസ് ലൈറ്റുകളിൽ സ്റ്റിക്ക് ചെയ്യുന്നത്. സാധാരണ സെല്ലോ ടാപ്പുകളെ അപേക്ഷിച്ച് ഇത്തരം ടാപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ഇളകിപ്പോരാനുള്ള ചാൻസ് കുറവാണ്. ഇനി റൂമിനകത്തേക്ക് നമുക്കൊരു കുഞ്ഞ് ടെൻറ്റ് നിർമ്മിക്കാം. അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലുള്ള ഒരു മരത്തിൻ്റെ പീസാണ്. ഇത്
സൈഡിലെ പേപ്പറൊക്കെ വെച്ച് കവർ ചെയ്തുകൊണ്ട് നമ്മൾ ജനവാതിലിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. നല്ല ടൈറ്റായി വെക്കാൻ പോവുകയാണ്. ജനലടക്കാവുന്ന രീതിയിൽ ഇത് സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. കർട്ടൻ തയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചപ്പോൾ ബാക്കി വന്ന തുണിയാണിത്. ഇതുപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ റൂമിൽ കുഞ്ഞ് ടെൻറ്റ് സെറ്റപ്പ് നിർമ്മിക്കാൻ പോകുന്നത്. ഇതിന് പകരം പ്ലെയിൻ കളറായിട്ടുള്ള സാരി ആയാലും മതി. ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം ഒരു റിബൺ ഉപയോഗിച്ചുകൊണ്ട് ടൈറ്റായി കെട്ടിയെടുക്കാം. ഇനി ഇത് നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ച വുഡൻ പീസിന് മുകളിലേക്ക് നമുക്ക് കെട്ടിവെക്കാം. ഇതേപോലെ വുഡൻ പീസ് വെക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജനൽ പോളകളിലേക്ക് നേരിട്ട് കെട്ടി വെച്ചാലും മതി. ടെൻറ്റിൻ്റെ താഴത്തെ ഭാഗത്ത് വെക്കാൻ വേണ്ടി കട്ടിയുള്ള പുതപ്പ് നമ്മൾ മടക്കി എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് സിംഗിൾ ബെഡ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. മുകളിൽ കെട്ടിയ ഈ തുണിയുടെ താഴത്തെ ഭാഗങ്ങൾ ഇനി ബെഡിൻ്റെ അടിയിലേക്ക് ചേർത്ത് വെക്കണം. ചേർത്ത് വെക്കുന്ന സമയത്ത് അല്പം ചുരുക്കോട് കൂടി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കാണാൻ ഭംഗിയുണ്ടാവും. ടെൻറ്റിനകത്തേക്ക് ഒരു ഗസ്റ്റ് കൂടി വരുന്നുണ്ട്. ഒരു 3 ഫീറ്റ് സൈസുള്ള പാണ്ടയാണിത്. പുള്ളിക്കാരൻ ക്യാപ്പൊക്കെ വെച്ച് അവിടെ ഇരിക്കട്ടെ. കൂടെ ഒരു ഗിറ്റാർ നമുക്ക് വെച്ച് കൊടുക്കാം. ടെൻറ്റിനകത്ത് തൂക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ലാൻഡേൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പാഴ്സൽ കൊണ്ടുവരുന്ന സാധാ കാർഡ്ബോർഡുകൾ വെട്ടിയെടുത്ത് പെയിൻ്റ് അടിച്ചുകൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ടൈപ്പ് പ്ലാസ്റ്റിക് ക്യാൻഡിൽസ് ആണിത്. പിന്നെ ബാക്കിലൊരു സ്വിച്ച് ഉണ്ട്. ഇത് കത്തുന്ന സമയത്ത് തന്നെ നല്ലൊരു ഫ്ലിക്കറിങ് എഫക്റ്റ് ഉണ്ട്. നമ്മൾ സാധാ ക്യാൻഡിൽസ് പോലെ തന്നെ നമുക്ക് നന്നായി ഫീൽ ചെയ്യും. ഇത് നമുക്ക് നമ്മുടെ ലാൻഡേൺസിനകത്തേക്ക് വെച്ച് കൊടുക്കാം. നാല് ലാൻഡേൺസും ചേർത്ത് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ടെൻറ്റിനകത്തേക്ക് പിൻ ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത ലെറ്റർ ലൈറ്റാണിത്. ഇതുകൂടി നമുക്ക് ബെഡ്റൂമിൽ സെറ്റ് ചെയ്യാം. വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ പേരും സ്വന്തമായി നിർമ്മിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു നോക്കാം. ഫോട്ടോസ് കൊളാഷ് ചെയ്ത് ലവ് ഷേപ്പ് ഫ്രെയിം ആക്കി അതിന് ബാക്ക്ഗ്രൗണ്ടിൽ LED സ്ട്രിപ്പ് കൊടുത്താണ് ഈ ഐറ്റം ഉണ്ടാക്കിയത്. നാല് ടൗൽസുകൾ ഫോൾഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ സ്വാൻ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മേക്കിംഗ് വീഡിയോ കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോഴേക്ക് വീഡിയോ ലെങ്ത്ത് നന്നായി കൂടുന്നത് കൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്യാറ്. ഇനി വരുന്ന വീഡിയോസിലൊക്കെ നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മേക്കിംഗ് വീഡിയോകൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും.